ഹായ് അസ്സലാമു അലൈക്കും. ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഈ വരുന്ന 28-ന്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേപ്പാടി വരെ പോവുകയാണ്. സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കേണ്ട പരിപാടി വേണ്ടാന്ന് വെച്ചേ ഒരു വട്ടം അങ്ങനെ കൊടുത്തിട്ട് കൊളായതാണ്. ഇക്കാക്ക് ഡ്രസ്സ് എടുത്തിട്ട് തീരെ അങ്ങോട്ട് മാച്ചാവാതായി. അതിനുശേഷം എല്ലാ ബർത്ത്ഡേക്കും ഇക്കാനെ കൂട്ടി പോയിട്ട് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്യാറ്. ഈ ബർത്ത്ഡേ ആഘോഷം ഗിഫ്റ്റ് പർച്ചേസിംഗ് ഒന്നും ഇക്കാക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇനി അഥവാ നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പൈസ കൂടി തന്നാൽ മതി ഇന്നാട്ടോ ഇക്ക പറഞ്ഞേ. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ഒരു ശരി. ആദ്യം തന്നെ ഞാനെടുത്തൊരു ഷർട്ട് എൻ്റെ ഒരു പുതിയ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടാണ്. പക്ഷേ ഇക്കാക്ക് അത് അത്ര മാച്ച് ചെയ്യുന്നില്ല. നാളെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ സെറ്റായിട്ട് ഞങ്ങൾക്ക് ഇടാമെന്നാണ് കരുതിയത്. പിന്നെ ഇക്കാക്ക് ഇഷ്ടമുള്ളത് എടുക്കാനുള്ള ഒരു അവസരം കൊടുത്തേ. ഇക്ക അവിടെ ഭയങ്കര തിരച്ചിലാണ്. അങ്ങനെ അവസാനം ഇക്ക എടുത്ത ഇതാണ് കേട്ടോ. പിന്നെ ഇക്കാക്കൊരു കണ്ണട വെക്കാൻ വേണ്ടി മേപ്പാടി ടൗണിലൊരു കടയിൽ കയറി കേട്ടോ. ഇച്ചുകുട്ടനാണെങ്കിൽ അവന് പറ്റിയ ഏതെങ്കിലും കുഞ്ഞ് കണ്ണട ഉണ്ടോ എന്നുള്ള തെരച്ചിലാണ്. കണ്ണട പിന്നെ ഇച്ചുട്ടന് ഭയങ്കര ഹരാണ്. തെരച്ചിലിനൊടുവിൽ ഒരു ചെറിയ സൂപ്പർമാൻ്റെ കണ്ണടയും പിടിച്ചിട്ട് അത് മതി എന്നുള്ള വാശിയിലാട്ടോ. അവസാനം വേറെ കടയിൽ നിന്ന് കണ്ണട വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് നെയ്സിന് അവനെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അടവൊന്നും അവൻ്റെ അടുത്ത് നടക്കൂല, പറഞ്ഞാൽ പിന്നെ അതിന് ചെയ്തു കൊടുക്കേണ്ടി വരും. പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് എവിടെന്നെങ്കിലും ഫാൻസിയിൽ നിന്ന് ഒരു കണ്ണട വാങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. എൻ്റെ കണ്ണിൽ സൈറ്റിൽ നിന്ന് എന്തോ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കണ്ണ് നല്ല ചുവന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടാട്ടോ ഇത് വാങ്ങുന്നത്. കണ്ണടയൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ പുറത്തുനിന്ന് ഇച്ചുട്ടിൻ്റെ ഒരു ഫാൻസിയിൽ നിന്ന് കണ്ണടയൊക്കെ വാങ്ങി ഒരു ഗുഡ്സിൽ ചേമ്പും മധുരക്കിഴങ്ങും ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കുറച്ചൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചേ. കറിക്കെന്താ വാങ്ങേണ്ടതെന്ന് ഇച്ചുട്ടിനോട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ എന്ന് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ഇന്ന് അവൻ്റെ അഭിപ്രായം ചോദിച്ചില്ല കേട്ടോ. നല്ല മാന്തൽ മീനാണ് കേട്ടോ ഒക്കെ വാങ്ങിയത്. ഇരിക്കുമ്പോൾ തന്നെ നല്ല രാത്രി ആയിട്ടുണ്ടേ, നല്ല തണുപ്പുണ്ട്. ഇപ്പം അമ്പലത്തിൽ ഉത്സവം എന്തോ ആണ്, അപ്പം നല്ല ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നേ. പിന്നെ തിരിച്ചു വരുന്ന വഴി ഇക്കാൻ്റെ മുടി വെട്ടാൻ കയറി. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല രാത്രി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി പണികളൊക്കെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നേ. മാന്തൽ മീൻ ഞാൻ കറിയും വെച്ച് കുറച്ചെടുത്ത് പൊരിച്ചും ചെയ്തേ. എന്നിട്ട് ചപ്പാത്തി ആക്കിയിട്ടോ രാത്രി. കറി വെച്ച മീനാണ് ഇച്ചുവിന് ഇഷ്ടമെങ്കിൽ പൊരിച്ച മീനാട്ടോ ഇക്കാക്ക് ഇഷ്ടം. അതുകൊണ്ട് രണ്ടും അങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെ അന്നൂട്ടിന് മുത്താറി കൊടുത്ത് അവനെ കുളിപ്പിച്ച് ഉറക്കിയിട്ടോ. എന്നിട്ട് അതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ.